നമസ്കാരം. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മ ദിനമായ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന ഒരു കുഞ്ഞു നോവലിനെ കുറിച്ചാണ്. സമ്പന്നമായ മുസ്ലിം തറവാട്ടിൽ ജനിച്ച കുഞ്ഞിപ്പാത്തുമ്മ എന്ന പെൺകുട്ടിയാണ് ഇതിലെ പ്രധാന കഥാപാത്രം. കവിളിൽ മറുകുള്ള സുന്ദരിയായ കുഞ്ഞിപ്പാത്തുമ്മ ഇതുവരെ ഒരു ജീവിയെപ്പോലും നോവിച്ചിട്ടില്ല. എല്ലാവരോടും സ്നേഹം മാത്രം. ഇതിലെ മറ്റൊരു കഥാപാത്രമാണ് കുഞ്ഞിപ്പാത്തുമ്മയുടെ ഉമ്മ താച്ചുമ്മ. മോശക്കാരിയായ താച്ചുമ്മ എപ്പോഴും പറയും എൻ്റെ ഉപ്പൂപ്പൊക്കെ ഒരു ആന ഉണ്ടായിരുന്നു എന്ന്. പറച്ചിൽ മാത്രമല്ല, പറഞ്ഞുകൊണ്ടേയിരിക്കും. സമ്പന്നമായ കുടുംബമാണെങ്കിലും കേസും കാര്യങ്ങളൊക്കെ വന്ന് വീടും സ്ഥലമെല്ലാം നഷ്ടപ്പെട്ടു. എന്നിട്ടും താച്ചുമ്മാൻ്റെ പറച്ചിലിന് യാതൊരുവിധ കുറവും ഉണ്ടായിരുന്നില്ല. മുസ്ലിങ്ങൾ എഴുത്തും വായനയും പഠിച്ചതിനാൽ കാഫിറാവും എന്നായിരുന്നു താച്ചുമ്മ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് കുഞ്ഞിപ്പാത്തുക്ക് ഇതൊന്നും തന്നെ പഠിക്കാൻ സാധിച്ചില്ല. അപ്പോഴാണ് അവർക്ക് പുതിയ അയൽവാസിയായി വന്ന നിസാർ അഹമ്മദും കുടുംബവും വളരെ വിദ്യാഭ്യാസമുള്ളവരും പുതിയ തലമുറയെപ്പറ്റി കൂടുതലായി ചിന്തിക്കുന്നവരുമാണ്. നിസാർ അഹമ്മദിൻ്റെ അനിയത്തി ആയിഷ കുഞ്ഞിപ്പാത്തുമായി എഴുത്തും വായനയും എല്ലാം പഠിപ്പിച്ചു. ആദ്യം കുടുംബങ്ങൾ തമ്മിൽ ചേർന്നില്ലേലും പിന്നെ അവർ ഒന്നായി. ഈ കഥയുടെ അവസാനം നിസാർ അഹമ്മദ് കുഞ്ഞിപ്പാത്തുമായി വിവാഹം ചെയ്തു. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അന്ധവിശ്വാസവും അനാചാരങ്ങളെയും വിശ്വസിക്കാതെ കരുത്തേറി മുന്നേറണമെന്നാണ്. നന്ദി, നമസ്കാരം.